അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. മമ്മൂട്ടിന്റെ ക്യാരക്ടർ എങ്ങനെ? ഓ ഭീകരം. മൊത്തത്തിൽ പടം എങ്ങനെ? ബിജിയും കാര്യങ്ങളും അടിപൊളി എന്ന് വെച്ചാൽ പഠിത്തൊന്നും ഇങ്ങനത്തെ ഒരു പടം കണ്ടില്ല. സൂപ്പർ ഒന്നുമില്ല. നമുക്ക് അഭിനയമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചെറിയൊരു 3 ക്യാരക്ടേഴ്സ് ഓൾറെഡി ഇതിനകത്തുള്ളൂ, 3-4 ക്യാരക്ടേഴ്സ്. ചെറിയൊരു ലാഗ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. പടം അഭിനയമൊക്കെ സൂപ്പറാണ്. 3 ആൾ മനേൻ്റെ ഉള്ളിലുള്ളൊരു കഥ. ക്ലാസിക്കൽ ടൈപ്പാണ്. ഫാമിലിക്കെല്ലാം പോയിട്ട് കാണാം. മൊത്തത്തിൽ പടം സൂപ്പർ, ക്ലാസ് പടം. വല്ലാത്ത രസം, വല്ലാത്ത രീതി. ഇടക്കിടക്ക് നമ്മളെ വല്ലാണ്ട് പേപ്പർ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കഥയായിട്ടാണ് പറയുന്നത്. ക്ലാസിക്കൽ ടൈപ്പാണ് പടം. ക്ലാസ്സാണ്. നല്ല പടമാണ്. പിന്നെ നമുക്കവിടെ ഒരു ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് പടമാണ് നമ്മൾ. പിന്നെ ഈ ക്ലാസിക്കൽ വടക്കം വീരവധ അങ്ങനത്തെ എന്തെങ്കിലും മൂവിയായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ടൈപ്പ് ഒന്നുമല്ല. ഈ നമ്മൾ എന്താ പറയുക, ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് പടമാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണുന്ന എക്സ്പീരിയൻസ് ആണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പുതിയ ഫോർമാറ്റ് നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണുന്നത്. ആ ലെവലിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളിലും പടത്തിൻ്റെ അടിപൊളി തന്നെയാണ്. നമ്മളിപ്പോൾ ഭൂതകാലത്തിൻ്റെ ഡയറക്ടറാണല്ലോ, അപ്പോൾ ആ ടൈപ്പ് ഓഫ് പടം തന്നെയാണ്. നമ്മൾ ഹൊറർ സംഭവങ്ങളൊക്കെ വല്ലാതെ ഒരു അങ്ങനത്തെ രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഒന്നുമല്ല, പക്ഷേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, കാണേണ്ടത് തന്നെയാണ് തിയേറ്ററിൽ. അടിപൊളി സിനിമ. മമ്മൂക്ക, അർജുൻ അശോക്, സിദ്ധാർത്ഥ് ഭരത് 3 പേരും പ്രധാന കഥാപാത്രമായിട്ടുള്ള സിനിമയാണ്. അടിപൊളിയാണ്. മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു ഒരു ജോണറിലെ ഹൊറർ മൂഡുള്ള കാസ്റ്റ് വളരെ കുറച്ച് ആൾക്കാരാണ്, ഒരു 3-4 പേരേ ഉള്ളൂ. പക്ഷേ അതിൽ തന്നെ നമുക്കതിൽ ഒട്ടും ലാഗും കാര്യങ്ങളൊന്നും വരില്ല. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലും പിന്നെ ഒരു ലൊക്കേഷൻ തന്നെയാണ് സാധനം ഉള്ളത്. നായികക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അതെങ്കിൽ അങ്ങനെ അല്ല, നിങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ വേറൊരു മോഡൽ പടം. അതെ അതെ, വേറൊരു ടൈപ്പാണ് സാധനം. വിചാരിക്കുന്ന പോലത്തെ ഒരു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് സാധനം. മൊത്തത്തിൽ പടം എങ്ങനെ? അടിപൊളിയാണ്. അടിപൊളിയാണ്. ലോ പേസിലാണ് സാധനം പോകുന്നെങ്കിലും ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇടയ്ക്ക് നല്ല എൻഗേജ് ചെയ്യാനുള്ള ഗംഭീരമാണ്. മമ്മൂട്ടി രക്ഷയില്ല. അഭിനയല്ലോ ഓ അങ്ങേയറ്റം. അർജുൻ അശോക് ഗംഭീരം. ക്യാരക്ടറിൽ എങ്ങനെയാണ്? മൂപ്പറിൽ ഓ അടിപൊളി. വെറും സ്ലോ ആണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ഇടയ്ക്കൊരു ചെറിയൊരു ഫൈറ്റ് പോലത്തെ സീനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പിടിച്ചിരുത്തും സിനിമ. അവസാനം വരെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ളൊരു പടമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറിയെല്ലാം എങ്ങനെയാണ് പോകുന്നത്? ഒരു ടിപ്പിക്കൽ മൂവി ആയിട്ട് അല്ലെങ്കിൽ ക്ലാസിക്കൽ? അതായത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. പടം മൊത്തത്തിൽ ഫാമിലിയല്ലോ ഇഷ്ടപ്പെടും. എല്ലാവർക്കും യങ് ജനറേഷൻ എങ്ങനെ? യൂത്തിനെ എല്ലാവരും കൈ അടിച്ചുകൊണ്ട് ആണ് സിനിമ പിന്നെ അവസാനം വരവേറ്റത്. മമ്മൂട്ടി നല്ല, കാരണം 10-40 വർഷമായിട്ട് നമ്മൾ മമ്മൂട്ടീൻ്റെ ഒരുപാട് ഫിലിം കാണുന്ന ആളാണ്. പക്ഷേ ഇത്രയും നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫിലിം ഇന്ന് വരെ കണ്ടിട്ടില്ല. എല്ലാവരും നല്ല ആക്ഷൻ, നല്ല ഡയറക്ഷൻ. സിദ്ധാർത്ഥ് നല്ല, അർജുൻ അശോകൻ അതിലും ഒരുപടി മുന്നിൽ. എല്ലാവരും നല്ല. ഇത് സൂപ്പറാവും, 100 കോടിയിലേക്ക് പോകുന്നുള്ളത് സംശയമില്ല. കുറച്ച് ക്യാരക്ടേഴ്സാണല്ലോ, പക്ഷേ ആ ക്യാരക്ടേഴ്സിൻ്റെ അഭിനയം കിട്ടില്ല അവർ ഒന്നും പറയാം. പടം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഓവറോൾ നല്ല മേക്കിങ് കാര്യങ്ങളിലോ? മേക്കിംഗ് എല്ലാം കിട്ടില്ല, ഒന്നും പറയല്ലേ. ബി ജി എം കാര്യങ്ങൾ നൈസാണ്. 2-3 പാട്ടെല്ലാം വരുന്നുണ്ട്, പാട്ടെല്ലാം കിട്ടില്ല.